വെള്ളത്തിൻ്റെ വില. ലോക സിനിമയായി നമ്മുടെ പടം എന്നൊക്കെ പറയാം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വാക്കുകൊണ്ട് പറയില്ല, നിങ്ങൾ കാണുക. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. 16 വർഷം പുള്ളി കാത്തിരുന്നതിൻ്റെ എല്ലാം കാണാനുണ്ട്. പെർഫെക്റ്റ് ആണ്, 100% വിഷ്വലി പെർഫെക്റ്റ് ആണ്. അടിപൊളി, സൂപ്പർ, ഗുഡ് മൂവി. പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനും അഭിനയവും ഒരു രക്ഷയില്ല. നല്ല പടം ബ്രോ, നല്ല പടം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല, എല്ലാം കൊണ്ടും നമ്മളെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാമല്ലോ, മസ്റ്റ് വാച്ച് മൂവിയാണ്. ഗംഭീര പടം, ഗംഭീര സിനിമയാണ്. എല്ലാം കൊണ്ടും നല്ല സിനിമയാണ്. ലോക സിനിമയായി നമ്മുടെ പടം എന്നൊക്കെ പറയാം, മലയാള സിനിമ. എനിക്കിതിൽ പറയാൻ വാക്കുകളില്ല. ഓസ്കാറിന് നോമിനേഷൻ കിട്ടിയാലേ പുള്ളിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടും കേട്ടോ, പൃഥ്വിരാജിന്. അതെ, അത്ര ഗംഭീരം. പിന്നെ എയർ റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും ആ ഒരു തലത്തിലെത്തിക്കുന്നുണ്ട്. മികച്ച സർവൈവൽ ത്രില്ലർ മൂവി, ഉഗ്ര സിനിമ. ഇപ്പോൾ ബെന്യാമിൻ്റെ ആ നോവലിൻ്റെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്, എന്നാലും നീതി പുലർത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ എല്ലാം സ്റ്റാറ്റസ് ഇടുന്നതാണ്. ഒരു ടൈറ്റിൽ മാത്രമേ ഞാൻ ഇട്ടിച്ചുള്ളൂ. കാര്യം നമ്മൾ ഇടാൻ പാടില്ല, തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. അത്രയും നല്ലത്. ഒരു വാക്കുകൊണ്ട് പറയില്ല, നിങ്ങൾ കാണുക. അത്രയും പറയാം, എന്തോ പറയാം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. പൃഥ്വിരാജിൻ്റെ നല്ല പെർഫോമൻസ് ആണ്. ബ്ലസ്സിയുടെ പടം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ അത് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വെറുത്താണ്. ഇത് ഒന്നും പറയാനില്ല. അത് പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് സംഭവങ്ങളൊക്കെ. വേറെ ലെവലാണ്. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. 16 വർഷം പുള്ളി കാത്തിരുന്നതിൻ്റെ എല്ലാം കാണാനുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാലും പുള്ളി നന്നായിട്ട് ചെയ്തേക്കണുണ്ട്. അയാൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് അയാളുടെ ഹോൾ ഫിലിം കരിയറിൽ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാലും നല്ല സീനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ചാണ്. പിന്നെ നമ്മൾ ബുക്ക് വായിച്ചവരായാലും അല്ലാത്തവർക്കായാലും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് എങ്ങാണ്ട് എന്തോ ഉണ്ട് ഈ സിനിമ. അത് പോയതുപോലും അറിയത്തില്ല. അങ്ങനെയാണ്, അത്രയും എൻഗേജിങ് ആയിട്ടാണ് പുള്ളി എടുത്തു വെച്ചേക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. എടുത്തു പറയാൻ ഇത് പുസ്തകത്തിലുള്ള പോലെ തന്നെ എല്ലാം അതുപോലെ സെറ്റ് സാധനം. പൃഥ്വിരാജാണെങ്കിൽ അഭിനയിക്കണം. അവൻ്റെ കൂടെയുള്ള ഹക്കീം എന്ന് പറയുന്ന പയ്യനായിരുന്നു. ഒരു രക്ഷയില്ല. ഈ നല്ല തിയേറ്റർ തന്നെ. ഒരു രക്ഷയില്ല. അയ്യോ, ഒരു ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫിന് മുമ്പല്ലേ ഒരു സീനുണ്ടോ? അയ്യോ, അതൊരു രക്ഷയില്ല. പുള്ളിക്കാരൻ ഡ്രസ്സ് മാറ്റുന്ന ഒരു സീനുണ്ട്. പൃഥ്വിരാജ് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം. അടിപൊളിയാണ്. ഈ നോവൽ ഇതിലും നന്നായിട്ട് വിഷ്വലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൽ നല്ല ഒരു ഡയറക്ടേഴ്സിനും ഇത് പെർഫെക്റ്റ് ആണ്. 100% വിഷ്വലി പെർഫെക്റ്റ് ആണ്. ആൻഡ് നജീബ് പൃഥ്വിരാജിനല്ലാതെ ഇനി നമുക്ക് ഒരാളെ ഇമാജിൻ ചെയ്യാനും പറ്റില്ല. അത്രയ്ക്ക് പിച്ച് പെർഫെക്റ്റ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല സിനിമ തന്നെ. അടിപൊളി പടം, നല്ല പടം. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ടിങ്ങും ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും സോങ്ങും എല്ലാം വർക്കായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് പിക്ചർ. അമേസിങ്, ദാറ്റ് വാസ് അമേസിങ്. കാരണം ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അത് ഊരി കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് കംപ്ലീറ്റ് ആ ട്രാൻസ്ഫോർമേഷൻ. റിയലി ഗുഡ്. വളരെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരുന്നു. പടം കിടുവാണ്. എല്ലാം കൊണ്ടും നല്ല പടമാണ്. ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ട്രാൻസ്ഫോർമേഷനൊക്കെ ഒരു രക്ഷയില്ല പറയാനായിട്ട്. പിന്നെ ഭയങ്കര നീറ്റാണ്, ഒരു കുറ്റവും പറയാനില്ല. എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മാസ്റ്റർ പീസ് ആയിട്ട് ഒരു രക്ഷയില്ല. എല്ലാം കിട്ടും. ട്രാൻസ്ഫോർമേഷനൊക്കെ ഒരു രക്ഷയില്ല. അന്യായം. ബ്ലസ്സി, പൃഥ്വിരാജ് എല്ലാവരും. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.